നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പൊട്ടിത്തകർന്ന തരിപ്പടമായി കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് ഇന്റർ മയാമി ഇതാ പുറത്തേക്ക്. അഗ്രിഗേറ്റ് 1-5 തോൽവിയാണ്. എല്ലാ കുറ്റങ്ങളും കൂടി ഇപ്പോൾ ആരാധകരെ കൊണ്ടുപോയിടുന്നത് കോച്ച് ഹാവിർ മഷ്റാനോയുടെ തലയിലാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വന്നത് ടീമിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പലരും പറയുന്നത് ഈ പോക്ക് പോയാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാണക്കേടിൻ്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് വേണമെങ്കിൽ ഇനിയും സമയമുണ്ട്, ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറിക്കോ. ഇന്റർ മയാമിയുടെ ന്യൂസുകൾ നൽകുന്ന, ഇന്റർ മയാമിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സാൻഡിലുകൾ നോക്കുക. മഷ്റാനോക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ്. ചിലത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മയാമി ആരാധകരുടെ പ്രതികരണം. ഇന്റർ മയാമി തോറ്റതിനെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റർ മയാമി ക്രാഷ് ഔട്ട് ഓഫ് ചാമ്പ്യൻസ് കപ്പ് സെമി ഫൈനൽ ആഫ്റ്റർ 2 legs ഫിൽഡ് വിത്ത് പുവർ ഡിസിഷൻ മേക്കിംഗ് ഫ്രം മഷ്റാനോ. മഷ്റാനോയുടെ പുവർ ഡിസിഷൻ മേക്കിംഗ് ഈ 2 മത്സരങ്ങളിലും ഉണ്ടായി. അങ്ങനെയാ പുറത്താവുന്നത്. ഇഫ് ഹി ഈസ് നോട്ട് സാക്ക്ഡ്, അദ്ദേഹത്തെ പുറത്താക്കിയില്ലെങ്കിൽ ഈ ക്ലബ്ബ് മോഡേൺ ഫുട്ബോൾ ചരിത്രത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെയിലിയർ ആയിട്ട് മാറും. ഇഫ് ഹി ഈസ് നോട്ട് സാക്ക്ഡ്, ദിസ് ക്ലബ് റിസ്ക് ബിക്കമിങ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെയിലിയേഴ്സ് ഇൻ മോഡേൺ ഫുട്ബോൾ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഫെയിലിയർ ആയിട്ട് മാറാൻ പോവുകയാണ് ഈ കോച്ചിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് പ്രതികരണം വരുന്നു. കഴിഞ്ഞില്ല. ടാറ്റ മാർട്ടിനോക്ക് ഡിഫൻസീവ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മഷ്റാനോ അതിലേക്ക് അറ്റാക്കിംഗ് പ്രോബ്ലം കൂടി ചേർക്കുകയാണ്. സംഹാവ് ഈ ക്ലബിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണിൽ, ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണിൽ അയാൾ പുറകോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള പ്രതികരണം നോക്കുക. നമ്മളെല്ലാവരും ചിന്തിക്കുന്നു മഷ്റാനോ ഇൻകോമ്പിറ്റൻ്റ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് സേഫ് ടു സേ ഹാവിർ മഷ്റാനോ ഈസ് ഇൻകോമ്പിറ്റൻ്റ്. ഈ ജോലിക്ക് കപ്പാസിറ്റി ഉള്ളവനല്ല, അയാൾ ഇൻകോമ്പിറ്റൻ്റ് ആണ് എന്ന പ്രതികരണം വരുന്നു. വീണ്ടും ഡേവിഡ് ബെക്കാമും ഹോർഗെ മാസും മഷ്റാനോയെ ഈ കളിക്ക് ശേഷം സാക്ക് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലബിനെ അവർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് വിശ്വസിക്കാനേ പറ്റില്ല. ടാറ്റ മാർട്ടിനോ മോശമായിരുന്നു, ശരിയാണ്. പക്ഷേ സംഹാവ് മഷ്റാനോ ടാറ്റ മാർട്ടിനോയെ മറികടക്കുന്ന പോക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ പ്രതികരണം നോക്കുക. എൻ്റെ ഗ്രാൻഡ്മക്ക് പോലും അറിയാം ഡോണ്ട് സ്റ്റാർട്ട് ബ്രൈറ്റ് ഓവർ റെഡൻഡോക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ റെഡൻഡോയെ മാറ്റിക്കൊണ്ട് ബ്രൈറ്റിനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ വിഗാൻറ്റ് ഓവർ ഫ്രേ. ഇതൊക്കെ എൻ്റെ ഗ്രാൻഡ്മക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ മഷ്റാനോക്ക് അത് മനസ്സിലാവുന്നില്ല. ആബ്സല്യൂട്ട്ലി ഷെയിംഫുൾ ഡിസിഷൻ മേക്കിംഗ്, ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ തീർച്ചയായിട്ടും മഷ്റാനോക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് വലിയ രൂപത്തിൽ ആരാധകരെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാനും കാരണമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.